ഈ രാഹുൽ ഗാന്ധിയെ കൊണ്ട് തോറ്റു പോവുകയുള്ളൂ. ഇദ്ദേഹമാണോ രാജ്യത്തെ പ്രധാനമന്ത്രി എന്ന് എല്ലാവരും സംശയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം എല്ലാ വിഭാഗം ആളുകളും രാഹുൽ ഗാന്ധിയുമായിട്ട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അദ്ദേഹവുമായി സംസാരിച്ചാൽ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമെന്ന് എല്ലാവർക്കും വിശ്വാസം വന്നു തുടങ്ങി. റെയിൽവേ ട്രാക്ക് വർക്കേഴ്സുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തുന്ന വീഡിയോ മലയാളത്തിൽ ഇതാ. കുറച്ച് നടന്നു നോക്കിയാലോ? നല്ല ഹെവിയാണ്. ഇത് എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാക്കി തരൂ. ഈ ക്ലാമ്പുകൾ അയഞ്ഞു കിടന്നാൽ അത് ടൈറ്റ് ചെയ്യണം. ഞങ്ങൾ രാവിലെ 6 മണിക്ക് തുടങ്ങും. എന്നിട്ട് എല്ലാം ചെക്ക് ചെയ്യണം. ഇത് പുറത്തേക്ക് തള്ളി വന്നാൽ അടിച്ച് കയറ്റി വയ്ക്കണം. ഇത് കീയാണ്. ഇത് ലൂസ് ആണെങ്കിൽ അത് ഇങ്ങനെ മുറുക്കി വയ്ക്കണം. മടുത്തു പോകുമല്ലേ? നിങ്ങൾ ഈ ജോലി ചെയ്യുമ്പോൾ ട്രെയിൻ എപ്പോൾ വരും എന്ന് അറിയില്ല അല്ലേ? അപ്പോൾ ആക്സിഡന്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടല്ലേ? ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏരിയ വളരെ കൂടുതലാണ്. നിങ്ങൾ ട്രാക്കിലൂടെയാണോ നടക്കുന്നത്? അതെ, ട്രാക്കിലൂടെയാണ്. ഇത് GPS ആണ്. ഇതെന്താണ് ചെയ്യുന്നത്? ഇത് പറയും ട്രാക്കിലൂടെ മനുഷ്യർ നടപ്പുണ്ടോ എന്ന്, എന്തു ചെയ്യുന്നു എന്ന്. അതായത് അവർക്ക് GPS-ലൂടെ അറിയാൻ സാധിക്കും ട്രാക്കിൽ ആളുണ്ടോ എന്ന് അല്ലേ? ഈ വയർ എന്താണ്? ഇത് സിഗ്നൽ ഡിപ്പാർട്ട്മെന്റിൻ്റെത് ആണ്. ഈ സിഗ്നൽ അനുസരിച്ച് ലൈറ്റ് റെഡ് ആവും. ഡാമേജ് സംഭവിക്കുമ്പോൾ എവിടെയാണ് സംഭവിക്കുന്നത്? മഴയോ മറ്റു കാരണങ്ങൾ കൊണ്ടോ ഇത് ഡാമേജ് ആകുമ്പോൾ അത് മാറ്റി അവിടെ ഈ റാഡ് വെച്ച് ട്രാക്ക് ഉയർത്തി ടൈറ്റ് ചെയ്യണം. ജാക്കി വെച്ച് ട്രാക്ക് ഇതുപോലെ അല്പം ഉയർത്തണം. ഇത് ലൂസ് ആയാൽ ഇതുപോലെ അടിച്ചു മുറുക്കണം. ഇത് വലിയ ബുദ്ധിമുട്ടുള്ള ജോലിയാണല്ലോ. അതെ, എല്ലാ തരത്തിലും ബുദ്ധിമുട്ടുള്ളതാണ്. രാത്രിയിലും ഉറപ്പുവരുത്തണം. രാത്രിയിൽ നൈറ്റ് പട്രോളിംഗ് നടത്തണം. അതിന് ഞങ്ങൾക്ക് ഒരു ടോർച്ച് ഉണ്ട്. നിങ്ങൾക്ക് ടോർച്ച് നൽകുമോ? ടോർച്ച് നൽകും. ബാറ്ററി സ്വയം വാങ്ങിക്കണം. സ്വന്തമായോ? അതെ, ഞങ്ങൾ ഇതുകൊണ്ട് ചെക്ക് ചെയ്യും. ഇതെന്താണ്? ഈ 2 ട്രാക്കുകളെ കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ വെൽഡ് ചെയ്യണം. ഇതിന്റെ ഇടയിൽ എന്താണ് ഈ ഗ്യാപ്പ്? ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ കൂടി വൈദ്യുതി പാസ് ചെയ്യരുത്. അതിനുവേണ്ടി നിങ്ങളില്ലാതെ ഇന്ത്യ ചലിക്കുകയില്ല അല്ലേ? അതെ അതെ, എല്ലാം സ്തംഭിച്ചു പോകും. അതെ, ഇത് കണ്ടോ? ഇവർക്ക് വസ്ത്രം മാറാനുള്ളതും ഇവരുടെ സാധനങ്ങൾ സൂക്ഷിക്കാനുമുള്ള ഷെഡാണ്. ഇതാണ് മോദിയുടെ വികസിത ഇന്ത്യയിലെ അവസ്ഥ. ഒരു പട്ടിക്കൂട് പോലും ഇതിലും നല്ലതായിരിക്കുമല്ലോ. ഇവിടെ നിങ്ങൾ എന്തൊക്കെയാണ് സൂക്ഷിക്കുന്നത്? ഞങ്ങളുടെ എല്ലാ സാധനങ്ങളും ഇവിടെയാണ് സൂക്ഷിക്കുന്നത്. ട്രാക്കിൽ ജോലി ചെയ്യുന്നവരുടെ ഇത് എത്ര ജോലിക്കാർക്ക് ഉപയോഗിക്കാനുള്ളതാണ്? ഇവിടെയുള്ള 30 പേർക്കും ഈ ഒരു ഷെഡ് ആണ് ഉള്ളത്. നിങ്ങളുടെ വസ്ത്രങ്ങളും ഇവിടെയാണോ വയ്ക്കുന്നത്? അതെയോ ജോലി ചെയ്യാനുള്ള സാധനങ്ങളാണോ? ജോലി ചെയ്യാനുള്ള സാധനങ്ങൾ, അതായത് നിങ്ങൾ ധരിച്ചുകൊണ്ട് വരുന്ന വസ്ത്രത്തിലാണോ ജോലിക്ക് പോകുന്നത്? അതെ, ഇത് നിങ്ങളുടെ യൂണിഫോം അല്ലേ? അതെ, യൂണിഫോമിന്റെ മുകളിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് വരും. ഇവിടെ വെച്ച് ചേഞ്ച് ചെയ്യും. ഇവിടെ സാധനങ്ങൾ വെക്കാനുള്ളതാണ്. വെള്ളം കുടിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ് ഇത്. റെയിൽവേ ഈ ഷെഡ് മാത്രമാണ് ഉണ്ടാക്കിയത്. വെള്ളവും ഇവിടുന്ന് നിറയ്ക്കേണ്ടി വരും അല്ലേ? അതെ, ഇവിടുന്ന് നിറച്ചുകൊണ്ട് പോകും അല്ലേ? അതെ. ഞാൻ ട്രാക്ക്മാൻ ആണ്. ഞാൻ ജോലി ചെയ്യുന്നിടത്ത് വസ്ത്രം മാറാനുള്ള മുറിയില്ല. 1.5 കിലോമീറ്റർ നീളമുള്ള ഒരു യാർഡ് ഉണ്ട്. അവിടെ ഞങ്ങൾക്ക് പോകാനാവില്ല. 5 കിലോമീറ്റർ അങ്ങോട്ടും 5 കിലോമീറ്റർ ഇങ്ങോട്ടും പോകണം. എവിടെയൊക്കെ താങ്കൾ ചെന്ന് സംസാരിച്ചുവോ റെയിൽവേയിൽ അവിടെയെല്ലാം മാറ്റങ്ങളുണ്ടായി. ട്രാക്ക് മെയിൻ്റനൻസ്മാർക്കും അതേ പ്രതീക്ഷയാണ് ഉള്ളത്. അതിർത്തിയിൽ എത്ര പട്ടാളക്കാർ മരിക്കുന്നോ അത്രയും ട്രാക്ക് മെയിൻ്റനൻസ് ജോലിക്കിടയിൽ അപകടങ്ങൾ ഉണ്ടായി മരണപ്പെടുന്നുണ്ട്. ഒരു വർഷം അങ്ങനെ എത്ര സംഭവങ്ങൾ ഉണ്ടാവും? 550-ന് മുകളിൽ. അത്രയുമുണ്ടോ? അതെ സാർ, അത്രയും ഉണ്ടാകാൻ കാരണം എന്താണ്? ഞങ്ങളുടെ ഡ്യൂട്ടി ബ്ലോക്ക് സെക്ഷനുകളിലാണ്, സിഗ്നലുകളുടെ അടുത്തല്ല. സ്റ്റേഷന്റെ 2 സൈഡിലും ട്രെയിൻ വരുന്നത് അറിയാനുള്ള സിഗ്നലുകളുണ്ട്. ഏത് സൈഡിൽ നിന്നാണോ ട്രെയിൻ വരുന്നത് അവിടെ സിഗ്നൽ ഗ്രീൻ ആവും. അത് 100-200 മീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ. ഈ സിഗ്നലിന്റെ പരിധിക്കപ്പുറമുള്ള ട്രാക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ജോലി ഞങ്ങളുടേതാണ്. ഏതൊക്കെ ക്ലിപ്പുകൾ ലൂസാണോ അതെല്ലാം ടൈറ്റ് ചെയ്യുമ്പോൾ ട്രെയിൻ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഒത്തിരി സംഭവിക്കുമോ? അതെ, ട്രെയിൻ വരുന്നത് കാണുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഞങ്ങൾക്ക് ട്രെയിനിങ് തരുന്നുണ്ട്, എന്നാൽ അത് പരിപൂർണമാണെന്ന് പറയാൻ വയ്യ. പലപ്പോഴും പാളത്തിൽ ഹെയർലൈൻ വിള്ളൽ ഉണ്ടാവുമ്പോൾ കാണാൻ ബുദ്ധിമുട്ടാണ്.
അത് ഡിറ്റക്ട് ചെയ്യാൻ റെയിൽവേക്ക് ഒരു അൾട്രാസോണിക് ഡിറ്റക്ടർ ഉണ്ട്, വിള്ളലുകൾ കണ്ടുപിടിക്കാൻ. ഞങ്ങളെ രാവിലെ ഇറക്കി വിടും, നിങ്ങൾ പാളത്തിലൂടെ നടന്നു നോക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട്. പശുക്കൾ പാളത്തിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടോ, ട്രെയിൻ കയറി ഇറങ്ങിച്ചെത്ത പശുക്കൾ കിടപ്പുണ്ടോ, വല്ല മൃതശരീരങ്ങളും ഉണ്ടോ എന്നൊക്കെ. നിങ്ങൾ എത്ര ദൂരം സഞ്ചരിക്കും? ഓരോ ദിവസവും 16 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് 8 മുന്നോട്ടും 8 പിന്നോട്ടും അല്ലേ? അതെ. അത് നിങ്ങൾ നടന്നാണ് പോകുന്നത് അല്ലേ? അതെ. നിങ്ങൾ കീമാൻ, താങ്കളോ ഗാങ്മാൻ. നിങ്ങളുടെ ടീം പോകുമ്പോൾ എത്ര പേരാണ് ഉള്ളത്? ഞങ്ങളുടെ ഒരു യൂണിറ്റിൽ 30 പേരുണ്ട്. അവർക്ക് രാവിലെ ജോലി വീതിച്ചു കൊടുക്കും. അങ്ങനെ 12 മണിക്കൂർ ജോലി ചെയ്യണം. ലഞ്ച് സമയം എവിടെയാണോ അവിടെ തന്നെ നടത്തണം, എത്ര ചൂടും എത്ര മഴയും ഉണ്ടെങ്കിലും. പരിക്കുകൾ പറ്റുമോ? അതെ. ഏറ്റവും സാധാരണമായ പരിക്ക് എന്താണ്? അടിക്കുമ്പോൾ കാലിൽ കൊള്ളുക. എന്റെ കാൽവിരൽ കംപ്ലീറ്റ്ലി ഡാമേജ് ആണ്. ഒടിവ് സംഭവിച്ചു. അത് എപ്പോഴാണ്? ട്രോളിയിൽ സാധനം കയറ്റുമ്പോൾ അത് മറിഞ്ഞു വീണാണ്. നിങ്ങൾക്ക് സ്പെഷ്യൽ ഷൂ ഉണ്ടോ? ഉണ്ട്, ഇതുപോലത്തെ. ഇത് സ്റ്റീൽ ടോ ഷൂസ് ആണോ? ഇതിന് വലിയ ഭാരമാണ്. ഇതിന്റെ അടിവശം ഒട്ടും കട്ടിയുള്ളതല്ല. ഇങ്ങനെ നടക്കുമ്പോൾ വേഗം തേഞ്ഞു തീരും. ആദ്യം ഞങ്ങൾക്ക് നൽകിയിരുന്ന ഷൂ വളരെ നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു. എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ സ്വന്തം ഷൂ ആണ് ധരിക്കുന്നത്. ഇത് ആരും തന്നെ ധരിക്കുന്നില്ല എന്നാണ്. നീപ്പാട് അങ്ങനെയൊന്നും നിങ്ങൾക്കില്ല അല്ലേ? ഒന്നുമില്ല സാർ. നിങ്ങൾക്ക് മുട്ടിൽ നിന്ന് ജോലി ചെയ്യേണ്ടി വരുമല്ലേ? അതെ സാർ. നിങ്ങൾ പറഞ്ഞു ആളുകളുടെ മുകളിൽ കൂടി ട്രെയിൻ കയറുമെന്ന്. എങ്ങനെയാണ് റൺ ഓവർ സംഭവിക്കുന്നത്? ട്രെയിൻ വരുന്നത് കാണാത്തതുകൊണ്ടാണോ? പ്രധാന കാരണം ജോലി ചെയ്ത് മടുത്തു പോകും എന്നുള്ളതാണ്. പിന്നീട് അവരോട് പറയും നിങ്ങൾ നൈറ്റ് പട്രോളിങ്ങിന് പോകണമെന്ന്. ഷിഫ്റ്റ് അനുസരിച്ചുള്ള ജോലിയല്ല. അങ്ങനെ മടുത്തു കഴിയുമ്പോൾ ശരീരം വിശ്രമം ആവശ്യപ്പെടുന്നു. വിശ്രമിച്ചാലും ഇല്ലെങ്കിലും ശരീരം തളർന്നുകൊണ്ട് വിസിബിലിറ്റി കുറവായിരിക്കും. ഇപ്പോഴത്തെ ട്രെയിനുകളുടെ സ്പീഡ് കുറഞ്ഞത് മണിക്കൂറിൽ 150 കിലോമീറ്റർ ആണ്. ജോലി ചെയ്യാനുള്ള സമയം ലഭിക്കില്ല. അതിനു പുറമെ ഞങ്ങൾക്കെതിരെ നടപടിയും എടുക്കും. ചാർജ് ഷീറ്റ് സമർപ്പിക്കുക, ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക, അങ്ങനെയൊക്കെ. ട്രാക്ക്മാൻ ഒരു വിധത്തിലും അവരുടെ പ്രശ്നങ്ങൾ പുറത്തു പറയരുത് എന്നുള്ള രീതിയിലുള്ള അന്തരീക്ഷമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ കണ്ടത് ഇതാണ്. ഞാൻ മന്ത്രിയോട് പറഞ്ഞില്ല, ഇത്ര കഠിനമായ ജോലി ചെയ്യുന്നവരെ എന്തിനാണ് ഭയപ്പെടുത്തി നിർത്തുന്നത്? നിങ്ങൾ സ്നേഹത്തോടെ ജോലി ചെയ്യൂ. ഒന്നും ചെയ്യാൻ പറ്റുകയില്ലെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കൂ. ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, ഓക്കെ. എന്നാൽ അവരെ കേൾക്കാൻ എങ്കിലും തയ്യാറാകണ്ടേ? ഇവരെ ഭയപ്പെടുത്തിയാൽ ടെൻഷൻ ഉണ്ടാകും. ടെൻഷൻ വരുമ്പോൾ ചെയ്യുന്നത് പലതും ശരിയാവാതെ വരും. അപകടങ്ങൾ സംഭവിക്കും. ഇന്ത്യയിൽ മൊത്തം നിങ്ങളെപ്പോലെ എത്ര പേരുണ്ട്? 3.5 ലക്ഷത്തിലധികം ഉണ്ട്. 15,000-ഓളം ട്രാക്ക് മെയിൻ്റനൻസ്മാർ ട്രാക്കുകളിൽ ജോലി ചെയ്യുന്നതിന് പകരം ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. അവരുടെ ജോലിയും കൂടെ മറ്റുള്ളവർ ചെയ്യേണ്ടി വരുന്നു. ഡബിൾ ജോലി ചെയ്യേണ്ടി വരുന്നു. ഞങ്ങൾക്ക് ഫൈനാൻഷ്യൽ പ്രൊമോഷൻ മാത്രമാണ് നൽകുന്നത്. നല്ല പൊസിഷനുകളായ സ്റ്റേഷൻ മാസ്റ്റർ, TT, ഗാർഡ് ഇങ്ങനെയുള്ള നല്ല സൗകര്യങ്ങളുള്ള ജോലി ഞങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. ഞങ്ങളുടെ ആൾക്കാർക്ക് ഒരിക്കലും പ്രൊമോഷൻ നൽകില്ല. എനിക്ക് തോന്നുന്നത് റെയിൽവേ ജാതി സമ്പ്രദായം ആണ് നടപ്പിലാക്കുന്നത് എന്നാണ്. മുകളിൽ രാജാവും മഹാരാജാവും ഒക്കെ ഇരിക്കുന്നു. പിന്നെ താഴോട്ട് പോകുന്തോറും പല പല ജാതികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അവരെ പല പേരുകളിൽ വിളിക്കുന്നു. ലോക്കോ പൈലറ്റുകൾ, ട്രാക്ക്മാൻ. അവർ റെയിൽവേയുടെ ദളിതന്മാരാണ്. റെയിൽവേയിൽ ഏറ്റവും കൂടുതലുള്ളത് ഞങ്ങൾ ട്രാക്ക് മെയിൻ്റനേഴ്സ് ആണ്. എന്നാൽ ഏറ്റവും ചൂഷണം ചെയ്യപ്പെടുന്നതും അപമാനിക്കപ്പെടുന്നതും ഞങ്ങളാണ്. അതും നിങ്ങൾ റെയിൽവേയുടെ സുരക്ഷ ഉറപ്പാക്കുമ്പോൾ ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം പോലും ലഭിക്കില്ല. ഞങ്ങൾക്ക് 2 ലിറ്ററിന്റെ ഒരു വെള്ളക്കുപ്പി തന്നിട്ടുണ്ട്. അതിൽ വെള്ളം നിറച്ച് നിങ്ങൾ പോവുക. ഒരു ദിവസം മുഴുവൻ 2 ലിറ്റർ വെള്ളം കൊണ്ട് തൃപ്തി അടയുക. മന്ത്രിയോട് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട 2 കാര്യങ്ങൾ പറയണമെങ്കിൽ അത് എന്തൊക്കെയാണ്? ഒരു ലിമിറ്റഡ് ഡിപ്പാർട്ട്മെന്റൽ കോമ്പറ്റീറ്റീവ് പരീക്ഷയാണ്. അതിൽ ഒരു കോട്ടയുണ്ട്, റെയിൽവേ ട്രാക്ക് മെയിൻ്റനൻസിന് മാത്രമായി. അത് അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് കാര്യം നടക്കുകയില്ല. റെയിൽവേ റിക്രൂട്ട്മെന്റ് പ്രോസസ് എല്ലാവർക്കും ഒരുപോലെയാണ്. എന്നാൽ ഞങ്ങൾ ജീവിതം മുഴുവനും ട്രാക്കിൽ ചെലവഴിച്ച് തള്ളി നീക്കേണ്ടി വരുന്നു. അതായത് നിങ്ങൾക്ക് ട്രാക്കിൽ നിന്ന് ഒരിക്കലും ഇറങ്ങാൻ സാധിക്കില്ല അല്ലേ? ഒരിക്കലും സാധിക്കില്ല. റെയിൽവേ ജോലി ചെയ്യുന്ന എല്ലാവരും ഈ പരീക്ഷയാണ് എടുക്കുന്നത് അല്ലേ? അതെ സാർ. ഇത് പോളിസി മാറ്ററാണ്. എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. അത് അന്യായമാണല്ലോ. നിങ്ങൾ ഇത് പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും എല്ലാ അവസരങ്ങളും ലഭിക്കേണ്ടതല്ലേ? പ്രൊമോഷന് വേണ്ടി പലപ്പോഴും ഞങ്ങൾ ട്രിബ്യൂണലിലും ലേബർ കമ്മീഷണർ
ഡയറക്ടറുടെ അടുത്തും പോയിട്ടുണ്ട്. റെയിൽവേ പറയുന്നത് അവർക്ക് ആവശ്യമായ മാൻ പവർ ഇല്ലെന്നാണ്. സുരക്ഷയ്ക്ക് പ്രശ്നമുണ്ടാകും, അതിനാൽ നിങ്ങൾക്ക് പ്രൊമോഷൻ നൽകാനാവില്ല എന്നാണ്. റെയിൽവേയിൽ മൊത്തം എത്ര ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്? 11 ലക്ഷം പേർ. അതിൽ നിങ്ങൾ എത്ര പേർ? 3.5 ലക്ഷം പേർ. ആ 3.5 ലക്ഷം പേർക്കും പ്രൊമോഷനുള്ള പരീക്ഷ എഴുതാൻ അനുവാദമില്ല അല്ലേ? അതെ സാർ. രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? സുരക്ഷാ സംവിധാനം. ട്രെയിൻ വരുന്നുണ്ടെന്ന് അറിയാനുള്ള ഒരു സിഗ്നൽ സംവിധാനം ഉണ്ടെങ്കിൽ വണ്ടി വരുന്നതറിഞ്ഞ് ഞങ്ങൾക്ക് ട്രാക്കിൽ നിന്നും മാറാൻ സാധിക്കും. അങ്ങനെയുണ്ടെങ്കിൽ ആൾക്കാർക്ക് ജീവൻ ബലി കഴിക്കേണ്ടി വരില്ല. ട്രാക്ക് മെയിൻ്റനൻസ് സുരക്ഷിതമായാലേ റെയിൽവേ സുരക്ഷിതമാകും. ഞങ്ങൾക്ക് സുരക്ഷയില്ലെങ്കിൽ ട്രാക്കിന് സുരക്ഷയുണ്ടാവില്ല. ഞങ്ങൾ ആ പാളത്തിൽ ഉണ്ടെങ്കിൽ 4 കിലോമീറ്റർ അകലെ ട്രെയിൻ വരുമ്പോൾ സിഗ്നൽ നൽകുന്ന ഒരു സുരക്ഷാ സംവിധാനം. അപ്പോൾ ഞങ്ങൾക്ക് പാളത്തിൽ നിന്ന് മാറി സുരക്ഷിതമാവാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു ടൂൾ അത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഇതാണോ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അടങ്ങിയ ലിസ്റ്റ്? അതെ.